بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فيا أيها الناس أوصيكم عباد الله وإياي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله متم نوره ولو كره الكافرون صدق الله العظيم ആദരണീയരായ ഈ മഹല്ല് ജമാഅത്ത് ഖതീബ് അർഷദ് ഫലാഹി ഇമാം അർഷദ് ഫലാഹി അവരുടെ മഹല്ല് ജമാഅത്ത് ഭാരവാഹികളെ പരിസര മഹല്ല് ജമാഅത്തുകളിലെ ഇമാമുമാരെ ഭാരവാഹികളെ സഹോദരന്മാരെ സഹോദരിമാരെ പണ്ഡിതന്മാരെ വിദ്യാർത്ഥിനികളെ മദ്ഹബിന്റെ അനിവാര്യത എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ സമയം അല്പം വൈകിപ്പോയി, ക്ഷമിക്കണം. 11 മണി മുതൽ മഞ്ചേരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വഴിയിൽ അങ്കമാലിയിലും അതുപോലെ കാലടിയിലുമൊക്കെ വളരെ സമയം റോഡിൽ കുരുങ്ങിപ്പോയി. അങ്ങനെയാണ് വൈകിപ്പോയത്. നേരെ വന്ന് ഇത്ര ദീർഘം യാത്ര ചെയ്ത് കൂടുതൽ സമയം സംസാരിക്കാനും അത് കഴിഞ്ഞ് സംശയ നിവാരണവും എന്നുണ്ട്, അതിനും കൂടുതൽ സമയമെടുക്കാനുമൊക്കെ ഇപ്പോ പ്രയാസമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. വയസ്സും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം അടിസ്ഥാനപരമായും ഈ വിഷയകമായി മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയ സഹോദരൻ അഷ്റഫ് ബാപ്പവി പാറ സംസാരിക്കുകയും ചെയ്തതായി ഞാൻ മനസ്സിലാക്കുന്നു. ഇനി സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെ ഉമ്മമാരും സാമാന്യ ജനങ്ങളുമാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. അവർക്ക് ബോധ്യപ്പെടും വണ്ണം ഈ വിഷയം എങ്ങനെ പറയണം എന്നതും ഒരു പ്രശ്നമാണ്. വസ്വാസും തെറ്റിദ്ധാരണയുമൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നിലനിന്നു പോരുന്നതിനിടയിൽ എന്തെങ്കിലും ചെറിയ ഫിത്നയുടെ തുള്ളികൾ ഇറ്റിച്ചാൽ കുഴപ്പങ്ങളും മനസ്സിൽ സംഘർഷങ്ങളും വിഷയകമായ സംശയങ്ങളുമൊക്കെ വിരിഞ്ഞുകൊടുക്കും. പക്ഷെ അത് മനസ്സിൽ നിന്ന് നീക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ചുരുങ്ങിയ രീതിയിൽ ഒരല്പസമയം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കുമുള്ള റസൂലായി നിയോഗിച്ചിരിക്കുകയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ തിരുദൂതർ എന്ന നിലയിൽ നിരുപാധികമായി പറയപ്പെടുന്നതും അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതാണ് ആദി മുതലുള്ള അമ്പിയാക്കന്മാരൊക്കെയും സമ്മതിച്ച് അംഗീകരിച്ചിട്ടുള്ള റിസാലത്തിന്റെ അടിസ്ഥാന വാക്യം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതരാണ്. ഈ തിരുദൂതരിലൂടെ എന്നേക്കുമായി സമർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ അതിന്റെ അടിസ്ഥാനാദർശമായ തൗഹീദിന്റെ വേദിയൊരുക്കുന്നതിനും അത് മനസ്സിലാക്കാൻ സമൂഹത്തെ പാകപ്പെടുത്തുന്നതിനും വേണ്ടി നബിയുടെ വാർത്ത അറിയിച്ചുകൊണ്ടാണ് 1,24,000 നബിമാരും അവർക്കിടയിലെ മുർസലീങ്ങളും മനുഷ്യവർഗത്തിനിടയിൽ മനുഷ്യ സഞ്ചയത്തിനിടയിൽ കഴിയുന്നത്. ആ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു തആല സമ്പൂർണമാക്കിയ ദീൻ ഇസ്ലാം, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ തന്നെയാണ് പരിശുദ്ധ ദീൻ. ഖുർആൻ തന്നെയാണ് അല്ലാഹുവിന്റെ ഇൽമായി ഈ ലോകത്തറിയപ്പെടുന്ന ഇൽമുകൾ അത്രയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങളെല്ലാം വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനാവട്ടെ അന്ത്യനാൾ വരെ അല്ലാഹു തആല ഇറക്കിയത് നാം തന്നെ സൂക്ഷിക്കുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തുകൊണ്ട് ഉറപ്പ് തന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സൂക്ഷിപ്പ് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. ആ വിശുദ്ധ ഖുർആനെ നിലനിർത്തുകയും അന്ത്യനാൾ വരേക്കും വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള അതിന്റെ നമുക്കിടയിലുള്ള അതിന്റെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് കഴിഞ്ഞ കാലത്തെ വിശ്വാസികളുടെ ഇമാമുകൾമാരെല്ലാം നിർവഹിച്ചത് എന്നാണ് മൊത്തമായി ഇവിടെ പറഞ്ഞു വന്നതിന്റെ സാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ അവസാന ഭാഗം കേട്ടപ്പോൾ ഇതുതന്നെയാണ് ഈ വിഷയത്തിലെ വസ്തുത. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ വേണം വിശുദ്ധ ഖുർആനിന്റെ അവതരണം പൂർത്തിയാക്കാൻ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണം നടന്നിട്ടില്ല എന്ന് നമുക്കറിയാം. ഒരു ഗന്ധമായി ക്രോഡീകരണം നടന്നില്ല എന്ന് പറയുമ്പോൾ അതിന് തുടക്കവും ഒടുക്കവുമുള്ള സൂറത്തുകൾ 114 സമ്പൂർണമായി തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ട്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്ന ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളുടെ കൂട്ടത്തിലുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ അത് ക്രോഡീകൃതമായ ഖുർആൻ തന്നെയാണ് മനഃപ്പാഠമാക്കിയത്. പക്ഷെ ഗന്ധരൂപത്തിൽ കാണാൻ പറ്റുന്ന ഒരു ഗന്ധമായി ഇല്ല. എന്താണ് ഇതിന് കാരണം? വിശുദ്ധ ഖുർആനിൽ തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം. ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്നത്. അത് നമ്മുടെ മുസഹഫിൽ എവിടെയാ കിടക്കുന്നത്? അത് മുസഹഫില് 1-ാം ജുസ് എന്ന് നമ്മൾ കീഴ്പോട്ട് നിന്ന് എണ്ണുമ്പോൾ പറയുന്ന അമ്മയുടെ താഴെയുള്ള അതും വദ്ദുഹാ വല്ലൈലി എന്ന പേരിൽ വിശുദ്ധ ഖുർആനിന്റെ ചെറിയ ചെറിയ സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്താണ് ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ഭാഗം. ഇതാണല്ലോ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യം അവതരിച്ചത്. അവസാനം അവതരിച്ച വാക്യമോ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹി സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്. ഇത് സൂറത്തുൽ ബഖറയിലാണ്. അൽ ബഖറ സൂറത്ത്. ആ അൽ ബഖറ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തിട്ടുള്ള അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നിർദ്ദേശിച്ചിട്ടുള്ള ഈ ആയത്ത് കിടക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ സൂറത്തായ ഏറ്റവും സുദീർഘ സൂറത്തായ അൽ ബഖറ സൂറത്തിലാണ്.
അപ്പൊ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ അവതരണം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിന്റെ തുടക്കം എങ്ങനെയാണോ ആ തുടക്കവും അവസാനം എങ്ങനെയാണോ ആ അവസാനവും എന്ന രീതിയിലല്ല വിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് ഘട്ടം ഘട്ടമായി ആവശ്യത്തിനനുസരിച്ചാണ്. വളരെ വിശാലമായ ഒരു വിഷയമായതുകൊണ്ട് ഈ വിഷയത്തെ സംഗ്രഹിച്ച് ഞാനൊന്നും കുറിച്ചതല്ല ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ എടുക്കുന്ന കുറിപ്പുകൾ ഒന്നും ഞാൻ നിൽക്കാനെപ്പോഴുള്ളൂ. അപ്പൊ ഞാൻ അതിൽ ആവശ്യമായ ഭാഗങ്ങൾ എടുക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 23 വർഷക്കാലത്തെ നബിയുടെ ദൗത്യം പൂർത്തിയാകുമ്പോഴേ വിശുദ്ധ ഖുർആൻ അവതരിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിക്കാൻ പറ്റും. വഫാത്തിന്റെ നേരെ തൊട്ടടുത്ത സെക്കൻഡിൽ അള്ളാഹുവിന്റെ റസൂലിന് ഖുർആൻ അവതരിക്കുന്നുണ്ടെങ്കിലോ ഇത് നബിക്കറിയില്ലല്ലോ. ഇതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ ആ റസൂലിന്റെ കാലത്ത് വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമായി ക്രോഡീകരിക്കാതിരുന്നതിന്റെ താല്പര്യം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജ്, നബി തങ്ങൾ ഹജ്ജ് ഫർളാക്കപ്പെട്ട ശേഷം ഇസ്ലാമിൽ ചെയ്ത ഒന്നാമത്തെ ഹജ്ജ്, അവസാനത്തെ ഹജ്ജ്, ആ ഹജ്ജിൽ മിനായിലും അറഫയിലും വെച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ള ആയത്ത് അവിടത്തെ ദൗത്യം പൂർത്തിയായി എന്നും ഇസ്ലാം സമ്പൂർണമായി എന്നും അറിയിക്കുന്ന ഭാഗമാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഇത് വിശുദ്ധ ഖുർആനിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യത്തിന്റെ സമ്പൂർണതയും നബിയുടെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് തങ്ങൾ ഇനി നമ്മുടെ അടുത്തേക്ക് വരാനായിരിക്കുന്നു എന്ന അവിടുത്തെ വഫാത്തിന്റെ വാർത്തയും അറിയിച്ചുകൊണ്ടുള്ള ഒരു സൂക്തമാണ്, ഒരു അധ്യായമാണ്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇത് അറഫയിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങിയിട്ടുള്ള ആയത്താണ് എന്ന് എല്ലാവർക്കും അറിയും, സകലമാകുന്നത് പറയും. ഇതിൽ പറയുന്നതാവട്ടെ അൽ യൗമ, ഇന്ന്, അക്മൽതു ലക്കും, നിങ്ങൾക്ക് നാം സമ്പൂർണമാക്കി തന്നു, ദീനക്കും, നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഇസ്ലാമിനെ, സമ്പൂർണമായ ഇസ്ലാമിനെ, വഅത്മംതു അലൈക്കും, നിങ്ങളുടെ മേൽ മാത്രം നാം കുറ്റമറ്റതായി തികച്ചു തന്നു, നിഅമതി, ദീൻ സമ്പൂർണമാക്കുക എന്ന എന്റെ മഹത്തായ അനുഗ്രഹത്തെ, വറദീതു ലക്കും, നിങ്ങൾ നബിയുടെ സമുദായത്തിനു വേണ്ടി മാത്രം ഞാൻ പൊരുത്തപ്പെട്ടു തന്നു, അൽ ഇസ്ലാമ, ഇസ്ലാമിനെ, ദീന, അല്ലാഹു തആലാന്റെ മഹത്തായ ദീനായി. മറ്റൊരു വിഭാഗത്തിനും മറ്റൊരു സമൂഹത്തിനും ഇതിനു മുൻപ് സമ്പൂർണമായി ഇസ്ലാമിനെ ദീനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ല, നമുക്ക് മാത്രം. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യം പൂർണ്ണമായി എന്നും ഇനി തങ്ങൾക്കിറക്കുന്നതായ വിശുദ്ധ ഖുർആനിനെ സമ്പൂർണമായി ഇറക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇതിൽ കൂട്ടിച്ചേർക്കാനില്ലെന്നും നമുക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ. ഇത് മിനായിൽ വെച്ചും അറഫായിൽ വെച്ചും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തലേന്നാണും പിറ്റേന്നാണും എന്ന വണ്ണം ഇറങ്ങിയതാണ്. ഇത് രണ്ടും ഇറങ്ങിക്കഴിഞ്ഞ ശേഷം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഇതിറങ്ങിക്കഴിഞ്ഞ ശേഷം മഹാനായ തിരുനബി തങ്ങൾ 80 ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. 80 ദിവസം മദീനത്തേക്കെത്തി ഒരു 80 ദിവസം മാത്രമാണ് അല്ലാഹുവിന്റെ റസൂൽ ജീവിക്കുന്നത്. ശേഷം തൗബ സൂറത്തിലുള്ള ആയത്തിറങ്ങി, ഇതിന്റെ ശേഷമാണ്. തൗബ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് തുടങ്ങുന്ന ഈ തൗബ സൂറത്തിലെ 128ാമത്തെ ആയത്ത് അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ആ റസൂലും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്ന ആയത്താണ്. അപ്പൊ ലോക സമക്ഷം
ലോക സമൂഹങ്ങളുടെ സമക്ഷം അല്ലാഹുവിന്റെ റസൂലിത അവിടത്തെ ഉമ്മത്തുമായി വളരെ ദയയുള്ളവരും കരുണയുള്ളവരും നിങ്ങൾക്ക് വിഷമം വരുന്നത് വളരെയധികം പ്രയാസമുള്ളവരുമാകുന്നു എന്ന അർത്ഥത്തിൽ നമ്മളോട് നബിക്കുള്ള കരുണയും സ്നേഹവും കടപ്പാടും അതനുസരിച്ച് നമുക്കങ്ങോട്ടുള്ള ചുമതലകളും ധർമ്മവും ഉണർത്തുന്നതിന് വേണ്ടി ഇറങ്ങിയ സൂക്തം. ഈ സൂക്തം ഇറങ്ങിയ ശേഷം 35 ദിവസം മാത്രമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. പിന്നെ ഇറങ്ങുന്നു വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതാവട്ടെ അൽ-ബഖറയിലെ 281 ആയത്താണ്. ഈ ആയത്തിറങ്ങിയ ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത് പലിശയെക്കുറിച്ച് പറയുന്ന ആയത്തിന്റെയും കടമിടപാടിനെ കുറിച്ച് പറയുന്ന ആയത്തിന്റെയും ഇടയിൽ സൂറത്തുൽ ബഖറയിൽ ചേർത്തുകൊള്ളുക. അങ്ങനെ വരുമ്പോ 281 ആയത്താണ്. തൊട്ടടുത്തതിന്റെ ശേഷം 282 ആയത്ത് വിശുദ്ധ ഖുർആനിൽ മുസഹഫിൽ മറിച്ചാൽ ഒരു പേജ് നീണ്ടു നിൽക്കുന്ന ഒരു നീണ്ട ആയത്താണ്. കടമിടപാടുമായി ബന്ധപ്പെട്ട് കടം വരുമ്പോ എന്തൊക്കെ എഴുതി വെക്കണം, ആരൊക്കെ സാക്ഷി നിർത്തണം എന്ന് പറയുന്ന ആയത്ത്. ഇത് രണ്ടിനിടയിൽ എഴുതി വെച്ചു. ഈ ആയത്ത് വന്ന ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം 21 ദിവസമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചുള്ളൂ. മുഖാത്തൽ എന്നവർ പറയുന്നത് 7 ദിവസം ജീവിച്ചു അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് ഇറങ്ങിയിട്ട്. ഇബ്നു ജുറൈജ് എന്നവർ പറയുന്നു 9 ദിവസം ജീവിച്ചു നബി തങ്ങളെന്ന്. മറ്റൊരു റിപ്പോർട്ടുള്ളത് 3 ദിവസം ജീവിച്ചു അല്ലാഹുവിന്റെ റസൂൽ എന്ന്. വേറെ ഒരു റിപ്പോർട്ടുള്ളത് ഏതാനും 3 നാഴികകൾ സമയം, വളരെ കുറഞ്ഞ സമയം, ഒരു ദിവസം പോലും സമ്പൂർണമായില്ല. അത്രയും മുൻപ് നബിയുടെ വഫാത്തിന്റെ മുൻപാണ് ഈ ആയത്ത് ഇറങ്ങിയത്. എന്ന് വെച്ചാൽ അവസാനിക്കുന്ന ആയത്ത് നബി തങ്ങളുടെ വഫാത്തിന്റെ ഏതാണ്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ നന്ന കവിഞ്ഞാൽ 3 ആഴ്ചയോ മുൻപാകുന്നു അവതരിച്ചത് എന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ നൽകുന്ന സന്ദേശം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഇനി നിങ്ങളിതാ ഒരു നാളിനെ സൂക്ഷിച്ച് ജീവിക്കുക. ആ നാളിൽ നിങ്ങളെയൊക്കെ അല്ലാഹുവിലേക്ക് മടക്കപ്പെടും. ആ മടക്കപ്പെടുന്ന നാളിൽ നിങ്ങൾക്ക് നിങ്ങളിവിടെ ചെയ്ത സകല കർമ്മങ്ങളുടെയും രക്ഷയും ശിക്ഷയും ഗുണവും നേട്ടവും നിങ്ങൾക്ക് സമ്പൂർണമായും നിങ്ങളുടെ മുൻപിൽ നൽകപ്പെടും. ഈ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന വിചാരണയുടെ നാളിനെയും അന്ത്യനാളിനെയും പ്രതിഫല നാളിനെയും ജസാഇന്റെ നാളിനെയും സൂക്ഷിക്കാനും പേടിക്കാനും വേണ്ടി നിർദ്ദേശിക്കുന്ന അവസാനത്തെ ആയത്ത് ഇറങ്ങിയിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വഫാത്ത് കഴിഞ്ഞിടം മുതൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു തആല റസൂലാക്കി അയച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ ദീനിനെ മറ്റെല്ലാ ദീനിനെയും മുകളിൽ ഉയർത്തി എല്ലാ ദീനിനെയും പരാജയപ്പെടുത്തി അല്ലാഹുവിന്റെ ദീനിനെ വിജയിപ്പിക്കുകയും ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഇതിനുവേണ്ടി അയക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ 23 സംവത്സര കാലത്തെ സെക്കൻഡുകൾ ഒഴിവില്ലാത്ത പരിശ്രമങ്ങൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നടത്തിയിട്ട് മുത്തനബി തങ്ങൾ ഒരു നേരം ഒഴിഞ്ഞു നിൽക്കാതെ പരിശ്രമിച്ചിട്ടും ഹിജാസ് സംസ്ഥാനമടക്കം ഏറെ കവിഞ്ഞാൽ ജസീറത്തുൽ അറബ് എന്ന പേരിൽ അറിയുന്ന അറേബ്യൻ ഉപദ്വീപിൽ ഒതുങ്ങി നിൽക്കുന്ന ഇസ്ലാമിക സമൂഹമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥാപിക്കുവാനായത്. ജസീറത്തുൽ അറബ്, അറേബ്യൻ ഉപദ്വീപ്, ഈ അറേബ്യൻ ഉപദ്വീപിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇസ്ലാം മുസ്ലിം സമൂഹം. ഇതുകൊണ്ടാണോ അന്നത്തെ റോമൻ പേർഷ്യൻ സമൂഹങ്ങളെ മുഴുവൻ അതിജയിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അവരെ മുഴുവൻ അതിജയിച്ചുവെന്ന് പറയാൻ പറ്റുമോ? റോമും പേർഷ്യയും അന്നത്തെ വലിയ വൻ സാമ്രാജ്യ ശക്തികളല്ലേ? നമ്മുടെ ഇന്ത്യ രാജ്യം, ഇങ്ങു കിടക്കുന്ന ഇന്ത്യ രാജ്യം അന്നത്തെ പേർഷ്യയുടെ ഭാഗമാകുന്നു എന്ന് പണ്ഡിറ്റ് നെഹ്റു കുറിക്കുന്നുണ്ട്. അപ്പൊ അന്നത്തെ പേർഷ്യ എത്ര വിശാലമായ വലിയ സാമ്രാജ്യമാണ്. അറേബ്യൻ മണ്ണ് കഴിഞ്ഞാൽ യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും മറ്റനേകം ഭൂഖണ്ഡങ്ങളുടെയും മണ്ണുകളിൽ മുഴുവൻ വ്യാപകമായി കിടക്കുന്നത് റോമൻ സാമ്രാജ്യവും ആ സാമ്രാജ്യം പ്രതിനിധാനം ചെയ്യുന്ന ക്രിസ്ത്യാനിറ്റിയുമാണ്.
ഇതിനു മീതെ ഇസ്ലാമിനെ ഉയർത്തി കാണിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ വേളയിൽ ജസീറത്തുൽ അറബിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പരിശുദ്ധ ഇസ്ലാമിന് സാധിക്കേണ്ടേ? അപ്പോഴല്ലേ അള്ളാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചയച്ച ദൗത്യം പൂർണ്ണമാകൂ? അപ്പോഴല്ലേ ലക്ഷ്യം സാധിക്കൂ? അപ്പൊ അള്ളാഹു ലക്ഷ്യം സാധിക്കുന്നത് എങ്ങനെയാകുന്നു എന്ന് മനസ്സിലാക്കി തരാനാണ് ഞാനിത് പറയുന്നത്. 23 സംവത്സര കാലം ഹിറാ ഗുഹയിൽ നിന്ന് തുടങ്ങി മദീനത്തെ മുത്തുനബിയുടെ വീടിന്റെ അകത്ത് നിൽക്കുമ്പോ നബിയുടെ രോഗാവസ്ഥയിൽ അവസാനിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ അവതരണം സമ്പൂർണമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടത്തെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് വഫാത്താകുമ്പോൾ എന്നേക്കുമുള്ള ഇസ്ലാമിന്റെ ജയവും പരിശുദ്ധ ഇസ്ലാമിന്റെ വെന്നിക്കൊടി ലോകത്ത് മുഴുക്കയും പാറിപ്പറപ്പിക്കുക എന്ന ദൗത്യം കടമ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിറവേറ്റി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതാരിലൂടെ സാധിച്ചു, എങ്ങനെ സാധിച്ചു? ഇത് മനസ്സിലാക്കിയാൽ മദ്ഹബുകൾ സംബന്ധിച്ചുള്ള യാതൊരു കുഴപ്പമോ ഒരു വിശ്വാസമോ തെറ്റിദ്ധാരണയോ ഉണ്ടാകില്ല. വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണം തന്നെ നടക്കണം. ഓരോന്നോരോന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി നോക്കുമ്പോ ആകെ ജസീറത്തുൽ അറബിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇസ്ലാമിൽ മദീനന്റെ പരിസര പ്രദേശത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒന്നിച്ച് ദുർബല വിശ്വാസികൾ ഇസ്ലാമിൽ നിന്ന് കൂടൊഴിയുന്ന വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത്. ജിദ്ദത്ത് ഇസ്ലാമിൽ നിന്ന് ഒന്നിച്ച ആളുകൾ കൂടെ ഒടിഞ്ഞുപോയി, മുർത്തദ്ദായി, പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചുപോയി, ശിർക്കിലേക്ക് തന്നെ പോയി. മദീനയുടെ പരിസര പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾ എന്ന് പറയാൻ മാത്രം ഗ്രാമീണ ജനങ്ങൾ അധികവും, മറ്റൊരു ഭാഗത്തതാ യമാമയും ഇന്നത്തെ സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരിയായ റിയാദും ഹസായുമൊക്കെ ഉൾപ്പെടുന്ന കള്ളപ്രവാചകനായി വാദിച്ചുകൊണ്ട് രംഗം എന്ന ആ കള്ളവാദിയുടെ അനുയായികളായിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന് നേരെ നിൽക്കുകയാണ്. ഈ വിധത്തിലുള്ള ഒരു വലിയ അവസ്ഥയിലാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായി വരുന്നത്. എന്തൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് മഹാനവറുകൾക്ക്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ വേർപെട്ടു പോയിരിക്കുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളെ സക്കാത്ത് കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ വേറെയും പോയി. ഈ അർത്ഥത്തിലുള്ള മുഴുവൻ പേരെയും ബലാത്കാരമായും ശക്തിയും ബലവും പ്രയോഗിച്ചുകൊണ്ടും എങ്ങനെ അവരെ ഇസ്ലാം നിലനിർത്തിയോ, അവരിൽ ഇസ്ലാം നിലനിർത്തിയോ ആ പൂർണ്ണ പവറിൽ തന്നെ ഇസ്ലാമിനെ നിലനിർത്തേണ്ട ബാധ്യതയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ വന്നത്. അപ്പോഴാണ് അവരെ ആകർഷിച്ച് സംസാരിച്ച് മയക്കി പറഞ്ഞുകൊണ്ട് അവരെ ഇസ്ലാമിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കണം ഖലീഫ എന്ന തന്റെ സന്തത സഹചാരിയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ സിദ്ദീഖ് എന്നവരോട് വന്ന് പറഞ്ഞ അഭ്യർത്ഥന പോലും മഹാനായ സിദ്ദീഖ് എന്നവർ വലിച്ചെറിഞ്ഞു എന്ന് മാത്രമല്ല, കർക്കശമായി അദ്ദേഹം ചോദിച്ചു, അജബ്ബാറും ഫിൽ ജാഹിലിയ്യ അം ഖവ്വാറും ഫിൽ ഇസ്ലാം. ഇസ്ലാമിന് മുൻപ് നിങ്ങൾ വലിയ ധിക്കാരി, ഇസ്ലാമിൽ കടന്നു വന്നപ്പോഴോ നിങ്ങൾ വലിയ ഭീരുവുമായി. പണ്ട് ധിക്കാരിയും ഇപ്പോൾ ഭീരുവും. ബിമാദാ അതഅല്ലഫു നാസ്, എന്തുകൊണ്ടാണ് ഞാൻ ജനങ്ങളെ എണിക്കെടുക്കേണ്ടത്? ഞാൻ കവിത ചൊല്ലിക്കൊണ്ടോ, അല്ലെങ്കിൽ മാരണം പ്രവർത്തിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ കയ്യടക്കം കൊണ്ടോ, അല്ലെങ്കിൽ കണ്ണുകെട്ടിക്കൊണ്ടോ, അല്ലെങ്കിൽ മായാജാലം കൊണ്ടോ ഞാൻ എന്തുകൊണ്ട് ജനങ്ങളെ മയക്കിയെടുക്കണം? അല്ലാഹു തആല നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ കൽപ്പനകൾ മുഴുവൻ പാലിച്ചില്ലെങ്കിൽ ലഉഖാതിലന്നഹും, അവരോട് ഞാൻ പൊരുതുക തന്നെ ചെയ്യും. മസ്തംസക സൈഫു ബിയദി, എന്റെ കയ്യിൽ ഞാൻ പിടിക്കുന്ന ഈ വാള് പിടിയിൽ നിൽക്കുന്നുവോ ആ പിടിയിൽ നിൽക്കുന്ന സമയം അത്രയും ഞാൻ അവരോട് പൊരുതുക തന്നെ ചെയ്യുമെന്ന് മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധൈര്യവാന്മാരിൽ ധൈര്യവാനായ ഉമർ എന്നവരോട് പറയേണ്ടി വന്ന അത്ര സങ്കീർണമായ പ്രശ്നമാണ് ആ സമയത്ത് വരുന്നത് നോക്കുക. എന്നിട്ടും അവരുമായിട്ടുള്ള ഏർപ്പാടും യുദ്ധവും കഴിഞ്ഞ ശേഷം ഹിജറ 11-ാം കൊല്ലത്തിൽ റബീഉൽ അവ്വൽ മാസത്തിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ വേർപ്പെടുകയും അന്നു തൊട്ട് തന്നെ ഖലീഫയാവുകയും ചെയ്ത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം ഒരു കൊല്ലം കൊണ്ട് മദീനയുടെ പരിസര പ്രദേശങ്ങൾ മാത്രമല്ല അതിനപ്പുറത്തുള്ള ഗോത്ര സമൂഹങ്ങളിലേക്ക് കടന്നുപോയി. യമാമയുമായി ബന്ധപ്പെട്ട മുസൈലിമത്തിന്റെ ജനതയെ മുഴുവൻ കൊന്നൊടുക്കി തോറ്റൊടുക്കി യമാമയിലെ രാജാവും കള്ളപ്രവാചകനുമായ
മുസൈലിമത്തിനെ തന്നെയും കൊന്നൊടുക്കി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്ലാമിന്റെ പതാക നബിതങ്ങൾ നാട്ടിപ്പരത്തിയത് എവിടെയാണോ അവിടെ ശക്തമായി സ്ഥാപിച്ചു. ശേഷം വിദേശത്തേക്കും ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇനി പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന പുറപ്പാടുകൾക്കിടയിൽ ഹിജറയുടെ 12-ാം കൊല്ലം വന്നപ്പോ യമാമയുടെ യുദ്ധത്തിന്റെയും മുർത്തദ്ദുകളോടുള്ള പോരാട്ടങ്ങളുടെയും ഫലമായി സമൂഹത്തിൽ സ്വഹാബാക്കൾക്കിടയിൽ വന്ന ഒരു വലിയ പ്രയാസം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് വേദന സൃഷ്ടിച്ചു. മഹാനുർ സിദ്ദീഖ് എന്നവരെ പോയി കാണുന്നു. ബഹുമാനപ്പെട്ട ഖലീഫത്ത് റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫ. യമാമ യുദ്ധത്തിൽ സ്വഹാബാക്കളിൽ പ്രധാനപ്പെട്ടവരൊക്കെ പോയി, പണ്ഡിതന്മാരൊക്കെ പോയി, ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്നവരൊക്കെ നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരുപടി സ്വഹാബാക്കളുണ്ട്, ബദരീങ്ങളുണ്ട്. ആ സ്വഹാബാക്കളൊക്കെ മരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഇറങ്ങുമ്പോൾ അപ്പോഴുള്ള ഖുർആനുകൾ മനഃപ്പാഠമാക്കി പോന്നിരുന്ന, വിശുദ്ധ ഖുർആന്റെ മനസ്സിൽ ശേഖരിച്ചിരുന്ന, സൂക്ഷിച്ചിരുന്ന സ്വഹാബാക്കളിലെ ഹുഫാദ് ഖുർആൻ മുഴുവൻ മരണപ്പെട്ടപ്പോൾ അവർ ഇനിയും യുദ്ധങ്ങൾ വരുമ്പോ ശേഷിച്ചിരിക്കുന്നവരും മരണപ്പെടും എന്ന ആശങ്ക വന്നപ്പോ ഇതിനൊരു പരിഹാരമായി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്നേക്കും ഈ സമൂഹത്തിന് വഴികാട്ടിയായി നിൽക്കാൻ വിശുദ്ധ ഖുർആൻ നിലനിൽക്കണമല്ലോ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആളുകൾ സൂക്ഷിച്ചു പോന്നാൽ, മനസ്സിൽ സൂക്ഷിച്ച ആളുകൾ മരണപ്പെട്ടു പോയാൽ അവരോടുകൂടെ മണ്ണിനടിയിൽ പോകും. അതുകൊണ്ട് ഖുർആൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ലിഖിതമായി അംഗങ്ങായി എഴുതപ്പെട്ടിരിക്കുന്നതൊക്കെ ശേഖരിച്ചിട്ട് ഒരു ഗന്ധരൂപത്തിൽ അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് സൂക്ഷിക്കപ്പെടണം, എന്നേക്കുമായി സൂക്ഷിക്കപ്പെടണം. ഈ ദൗത്യം നിർവഹിക്കണം എന്ന് സിദ്ദീഖുൽ അക്ബർ എന്ന ഖലീഫയോട് ഉമർ എന്നവർ അഭിപ്രായം പറയുകയാണ്. ഇതാർക്കാ അല്ലാഹു തആല തോന്നിപ്പിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. പരിശുദ്ധ ഇസ്ലാമിനെ ഇതര ദീനുകളുടെ മീതെ ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു അയച്ചത് എന്ന ആ നബിയുടെ റിസാലത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ 10 കൊല്ലത്തിൽ ചില്ലാനം നീണ്ട ഭരണകാലം കൊണ്ട് പരിശ്രമിച്ചിട്ടുള്ളത് ഏതൊരു ഖലീഫയാണോ ആ ഖലീഫയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ഖലീഫയാകാനിരിക്കുന്ന മഹാനർക്ക് തന്നെ ഖലീഫയാക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല ഇടയിൽ നിശ്ചയിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയായ 1-ാം ഖലീഫയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് എന്നവർ നബിയുടെ വേർപാടിന്റെ ഉടനെ ഖലീഫയായിരുന്നില്ലെങ്കിൽ സമൂഹത്തിൽ ആരും അത് അംഗീകരിക്കുമായിരുന്നില്ല. മറ്റൊരാളെയും സിദ്ദീഖുൽ അക്ബറിനെ മാത്രമേ സമൂഹം അംഗീകരിക്കുകയുള്ളൂ. അദ്ദേഹം വന്നു കഴിഞ്ഞാലോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം നിയമിക്കും തന്റെ ശേഷം വരുന്ന ഖലീഫയായി. ഇതൊക്കെ അല്ലാഹുവിന്റെ നിശ്ചയമാണ്. ഖലീഫ നിശ്ചയിച്ചില്ലായിരുന്നെങ്കിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിലാണെങ്കിലോ ഉമർ എന്നവർക്ക് ഒരു വോട്ട് കിട്ടില്ല. സ്വന്തം ഭാര്യയുടെ വോട്ട് പോലും കിട്ടുമെന്ന് സംശയമായിരിക്കും ഖലീഫയാകാൻ ഉമറുൽ ഫാറൂഖ്. കാരണം അദ്ദേഹം ഖലീഫയായാൽ തനിക്ക് പോലും രക്ഷ ഉണ്ടാവൂല എന്ന് ഭാര്യയ്ക്കും അറിയാം, മക്കൾക്കും അറിയാം. അങ്ങനെയുള്ള ഒരു ഖലീഫയ്ക്ക് ഭാര്യയും മക്കളും പോലും വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ എന്നവരെ ഖലീഫയാക്കുന്നത് സിദ്ദീഖ് എന്നവരാണ്. സിദ്ദീഖ് എന്നവർ ഖലീഫയാക്കിയിട്ട് ഉമർ എന്നവരിലൂടെയാണ് റോം സാമ്രാജ്യം തകരുന്നത്, പേർഷ്യൻ സാമ്രാജ്യം തകരുന്നത്. 2 സാമ്രാജ്യവും തകർന്നാലോ അവിടെ പകരം നിൽക്കുന്നത് ഇസ്ലാമാണ്. ഈ 2 സാമ്രാജ്യമാണ് ലോകം മൊത്തം ഭരണം. ഇവിടെ ഇസ്ലാമിന്റെ ഭരണവും ഇസ്ലാമിന്റെ പതാകയും ഇസ്ലാമിന്റെ വെന്നിക്കൊടിയും ഉയരുകയാണ്. ഇത് ഉമർ എന്നവരുടെ കാലത്ത് നടപ്പാകും മുൻപ് തന്നെ അതേ ഉമറിന്റെ മനസ്സിലൂടെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനെ ക്രോഡീകരിക്കുന്ന ആശയമിട്ട് സിദ്ദീഖ് എന്നവരോട് പറയുമ്പോൾ സിദ്ദീഖ് എന്നവർ അത് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത പ്രവൃത്തി. ഇപ്പൊ ചിലർക്കുള്ള വിശ്വാസം അങ്ങനെ, അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ലല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ഓതിയിട്ടില്ലല്ലോ മൗലൂദ്, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റൂല അല്ലേ? ഈ രീതിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതിന്റെ അപകടം എന്തെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നേട്ടമാണോ കോട്ടമാണോ അവസാനം സംഭവിക്കുക എന്ന് തിരിയില്ലല്ലോ. ഈ ആശങ്കയാണ് ഖലീഫക്ക്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന മഹാനായ ഉമർ എന്നവർ ആണയിട്ട് സത്യം ചെയ്ത് ഉറപ്പിച്ചു പറയുന്നു, വല്ലാഹി വിശുദ്ധ ഖുർആൻ എന്ന പേരിൽ അല്ലാഹു തആല അവതരിപ്പിച്ച ആ ഖുർആൻ ഇവിടെ നിലനിൽക്കണം. ഹാഫിളീങ്ങളായ ആളുകൾ മരണപ്പെടും, ഇനിയും മരിക്കും.
യുദ്ധത്തിലാണെങ്കിൽ പെട്ടെന്നും മരിക്കും. അങ്ങനെ മരിച്ചാൽ ഇവിടെ ഏടായി നിലനിൽക്കില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് നിർബന്ധമായും ചെയ്യേണ്ട ഗുണകരമായ ഒരു കാര്യം. അവസാനം അല്ലാഹു തആല സിദ്ദീഖ് എന്നവർക്ക് ഇത് തന്നെ മനസ്സിലാക്കി. രണ്ടുപേരും സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. സെയ്ദ് ബിൻ സാബിത്ത് എന്നവരോട് ഈ കാര്യം അവതരിപ്പിച്ചു. സിദ്ദീഖ് എന്നവർ ഉമർ എന്നവരോട് പറഞ്ഞ മാതിരി മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് എന്നവരും പറഞ്ഞു, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം പറയുന്നു, ഞാനത് പറയാൻ കാരണം അങ്ങ് നിൽക്കുന്ന ആ മല ഞാൻ നീക്കണം എന്ന് സിദ്ദീഖുൽ പറയുന്നവർ എന്നോട് ഖലീഫ എന്ന നിലയ്ക്ക് നിർദ്ദേശിക്കുകയാണെങ്കിൽ അതെനിക്ക് എത്ര ഭാരമാണോ അതിലും കടുത്ത ഭാരമാണ്. സ്വഹാബാക്കളുടെ ഓരോരുത്തരുടെയും ലിഖിതങ്ങളിലോ മനസ്സുകളിലോ വ്യാപിച്ചു കിടക്കുന്നതായി വിശുദ്ധ ഖുർആൻ ഏകീകരിച്ചുകൊണ്ട് അതിലൊരു പുള്ളി ഹർഫ് കൂടാൻ പാടില്ലല്ലോ, ഒരു കൊച്ചു ഹർഫ് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ, ഒരു മദ്ദ് പോലും കൂടാനോ കുറയാനോ പാടില്ലല്ലോ. ഈ വിധം ഭാരിച്ച ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതിന്റെ ഭാരമോർക്കുമ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇതിന് തടസ്സവാദം ഉന്നയിച്ചിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി മഹാനർ ശ്രമിച്ചു. പക്ഷേ രണ്ടുപേരും പറഞ്ഞു, ഇത് ഖൈറാണ്, ഇതങ്ങനെ ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ. ഇപ്പൊ ഒന്നാമത് വരുന്നത് നോക്കണം, അള്ളാഹുവിന്റെ റസൂലിലൂടെ അള്ളാഹു തആല ഇവിടെ നിലനിർത്താൻ പോകുന്നത് എന്താണ്? അള്ളാഹുവിന്റെ വെളിച്ചം, നൂർ. എന്താണ് വെളിച്ചം? ഇസ്ലാമിനെയും അള്ളാഹു നൂർ എന്നാ വിളിക്കുന്നു, വിശുദ്ധ ഖുർആനെയും അള്ളാഹു തആല നൂർ എന്ന് വിളിക്കുന്നു. ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുദ എന്ന് വിളിക്കുന്നു, വിശുദ്ധ ഖുർആനെയും അള്ളാഹു തആല ഹുദ എന്ന് വിളിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിനെ അള്ളാഹു ഫുർഖാൻ എന്ന് പറയുന്നു, വിശുദ്ധ ഖുർആനെയും അള്ളാഹു തആല ഫുർഖാൻ എന്ന് പറയുന്നു. പരിശുദ്ധ ഇസ്ലാമിനെ അള്ളാഹു സിദ്ഖ് എന്ന് പറയുന്നു, വിശുദ്ധ ഖുർആനെ അള്ളാഹു സിദ്ഖ് എന്ന് പറയുന്നു. പരിശുദ്ധ ഇസ്ലാമിനെ അള്ളാഹു ഹഖ് എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ റസൂലിലൂടെ അവതരിച്ച ഖുർആനെയും അള്ളാഹു തആല ഹഖ് എന്ന് പറയുന്നു. ഇത് രണ്ടും ഒന്നാണ്. വിശുദ്ധ ഇസ്ലാം അതെന്താണ്? അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന്റെ സാക്ഷാത്കാരമാണ്, പ്രായോഗികമായ സാക്ഷാത്കാരമാണ്, അതിന്റെ സാഫല്യമാണ് വിശുദ്ധ ഇസ്ലാം. അപ്പൊ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് വിശുദ്ധ ഇസ്ലാം നിലനിൽക്കുന്നതിനാണ്. വിശുദ്ധ ഖുർആന്റെ നിലനിൽപ്പ് വിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പാണ്. ആ ഇസ്ലാമിന്റെ നിലനിൽപ്പ് അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിലൂടെയാണ് ലക്ഷ്യമാക്കിയത്. റസൂലിലൂടെ ലക്ഷ്യമാക്കിയത് ആരിലൂടെയാണ് ഇവിടെ നിലനിൽക്കുന്നത്, ആരിലൂടെയാണ് ഇവിടെ സാധ്യമാകുന്നത്? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഹാനായ സിദ്ദീഖുൽ അക്ബറിലൂടെയാണ് ഖുർആനിന്റെ നിലനിൽപ്പ് വന്നത്. ഒരു സ്വഹാബിയും എതിരഭിപ്രായം പറഞ്ഞില്ല. വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ച് അതിന്റെ അസൽ പ്രതി ഖലീഫ തന്നെ സൂക്ഷിച്ചു. ഖലീഫയ്ക്കു ശേഷം ഹഫ്സ റളിയല്ലാഹു അൻഹ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മണവാട്ടിയും ഉമർ എന്നവരുടെ മകളുമായ ഹഫ്സ എന്നവരുടെ കയ്യിൽ ഉമർ എന്നവർ സൂക്ഷിച്ചു. അത് അവരുടെ കയ്യിൽ തന്നെ ഉമർ എന്നവർ വഫാത്താകുമ്പോഴും നിലകൊണ്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരുടെ കാലത്ത് വന്നപ്പോ കുറച്ചുകൂടി വികസിപ്പിച്ചിട്ട് ഇതിന്റെ കോപ്പികൾ എടുത്ത് ഇസ്ലാമിന്റെ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ നിലനിൽപ്പ് ഭദ്രമായി. അള്ളാഹുവിന്റെ നിശ്ചയം ചിന്തിക്കണം. ഞാൻ തുടക്കം പറയുന്ന എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരും ഉമ്മപങ്ങന്മാർക്ക് മനസ്സിലാകുന്നതിനാണ്. 23 സംവത്സരക്കാലം കൊണ്ട് ഹിറാ ഗുഹയിൽ വെച്ച് തുടങ്ങുന്ന വഹയിന്റെ പ്രാരംഭമായി അല്ലാഹു തആല ഇറക്കിയ ആയത്ത് മുതൽക്ക് ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന് പറയുന്നതിൽ നമ്മൾ അവസാനിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ മുഴുവൻ ഭാഗങ്ങളും ഇന്ന് കാണുന്ന രൂപത്തിൽ ഫാത്തിഹ സൂറത്ത് ഒന്നാമത്തെ സൂറത്തും അൽ ബഖറ രണ്ടാമത്തെ സൂറത്തും എന്ന ക്രമത്തിൽ ഇന്നത്തെ അതേ രീതിയിൽ മുസ്ഹഫിലായി ക്രോഡീകരിച്ചുകൊണ്ട് ഇവിടെ നിലനിൽപ്പിയത് ആരാണ്? ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അവരുടെ നേതൃത്വത്തിൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളാണ് ഇത് നിലനിർത്തുന്നത്. ഇത് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷമാണ്. വഫാത്തിന്റെ ശേഷമുള്ള ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പ് ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകൾ അങ്ങനെ നിലനിൽക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് സുന്നത്ത്. റസൂലുള്ളാഹി തങ്ങളുടെ വ്യാഖ്യാനം, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം, ഇതും വഹിയാണ്. ആ വഹി റസൂലുള്ളാഹിന്റെ സുന്നത്ത് അങ്ങനെ വ്യാപകമായി സ്വഹാബാക്കളിലൂടെ നിലനിൽക്കുകയാണ്. സ്വഹാബാക്കളിൽ പലരും അത് എഴുതി വെച്ചിട്ട് പോലുമില്ല, മനസ്സുകളിൽ മാത്രമാണ്. അപൂർവം ചിലർ ചില വേളകളിൽ മാത്രം സ്വന്തമായി എഴുതി വെച്ചതുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം ചില ഭാഗങ്ങൾ എഴുതി വെച്ചതുണ്ട്. അതിനപ്പുറം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ഹദീസുകളോ സുന്നത്തുകളോ ക്രോഡീകരിക്കപ്പെടുക മാത്രമല്ല, എഴുതി വെക്കപ്പെടുക പോലും ചെയ്തിട്ടില്ലാത്ത കാലമാണ് സ്വഹാബത്തിന്റെ ആ കാലം.
സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞ് ഒരു നൂറ്റാണ്ട് പിന്നിട്ട് മുസ്ലിം ഉമ്മത്ത് ഒരു നൂറ്റാണ്ട് പിന്നിട്ടപ്പോ ഹിജറയുടെ 100 വർഷം കഴിഞ്ഞതിന് ശേഷം 101ാമത്തെ വർഷത്തിൽ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഭരണത്തിലിരിക്കുന്നു. സിദ്ദീഖുൽ അക്ബർ വിശുദ്ധ ഖുർആന്റെ നിലനിൽപ്പിന് വേണ്ടി 2 കൊല്ലവും ഏതാനും മാസങ്ങളും നിന്ന പോലെ തന്നെ വിശുദ്ധ ഹദീസിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്ന വണ്ണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയെ ഒരവസരവും ഒരു ചാൻസും വരാത്ത മട്ടിൽ അല്ലാഹു തആല എങ്ങനെയോ സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഭരണാധികാരിയാക്കുകയാണ്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തിന്റെ ശേഷം അബ്ദുൽ മലിക്കിന്റെ തന്നെ വേറൊരു പുത്രനായ സുലൈമാൻ എന്ന് പറയുന്ന ആളുടെ മറ്റൊരു സഹോദരനായ വേറെ സഹോദരനും അതിനുശേഷം വേറെ ഒരു സഹോദരനുമൊക്കെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ തന്നെ ഭരണകൂടം എഴുതി വച്ചിട്ടുണ്ട്. ഭരണകൂടവും ഭരണത്തിന്റെ അധികാരവും ഖിലാഫത്ത് സ്ഥാനവും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന ഒരു മഹാൻ ഉമവി ഭരണകൂടത്തിലെ ഒരു നല്ല മനുഷ്യൻ വരുന്നത്. അദ്ദേഹത്തിന് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ നന്നായി ബോധിച്ചു. തന്റെ മുൻപാകലുകളായ ബാപ്പമാരും ഉപ്പാപ്പമാരും ചെയ്തിട്ടുള്ള വേണ്ടാത്തരങ്ങളൊക്കെ തിരുത്താനും തന്റെ തന്നെ ഭരണത്തിൽ വന്ന അരുതായ്മകളൊക്കെ പോക്കാനും ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ മോശമാകുന്ന തരത്തിലുള്ള വേണ്ടാത്തരങ്ങൾ ഭരണത്തിന്റെ പേരിൽ വന്നതൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്നവരാണെന്ന നിലക്ക് മഹാനർ കാണുന്നു. ആരെ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. നേരെ മകനല്ല, നേരെ സഹോദരനല്ല, പിതൃകന്മാർ വഴിക്കുള്ള ഒരാളാണ്. അദ്ദേഹം പോലും അറിയാതെ തന്റെ ശേഷമുള്ള പിൻഗാമിയായി സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് പ്രഖ്യാപിക്കുകയാണ്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് മരിച്ച് വഫാത്തായി. ഇതാ ഖലീഫയുടെ വാഹനം. ഈ വാഹനപ്പുറത്ത് കയറും, ഇനി മേലിൽ നിങ്ങൾ ഖലീഫയാകണമെന്ന് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തനിക്ക് ശേഷം നിങ്ങളാണ് ഇനി ഖലീഫ എന്ന് പറയുമ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇതറിയുന്നത്. ഇതിനു മുമ്പ് മഹാൻ അറിയുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ മുന്നൊരുക്കം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഖദാ, ആ ഖദർ പ്രകാരം അള്ളാഹു നിശ്ചയിച്ചതൊക്കെ നടക്കണമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വരുന്നു. ഹിജറ 99-ലാണിത്. ഹിജറ 99-ൽ ഭരിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഹിജറ 99, ഹിജറ 100, 2 വർഷം ഭരിച്ച് 101ാമത്തെ വർഷം വന്നപ്പോ ആ 101 വർഷത്തിനിടയിൽ സ്വന്തം ഭാര്യയെ ഒരു പ്രാവശ്യം പോലും സംഭോഗം നടത്താൻ അവസരം കാണാതെ തന്റെ വെള്ളാട്ടി, ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളാട്ടിയായി തന്റെ ഭാര്യ തന്നെ ഖലീഫയായപ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹദിയെ നൽകിയിരുന്നു സമ്മാനിച്ച്. ആ സമ്മാനിച്ച മഹദി തന്റെ മനസ്സിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ മഹദിയായിരുന്നു. ആ മഹദിയെ അണിയിച്ചൊരുക്കി സുഗന്ധദ്രവ്യങ്ങൾ പൂശി 1ാമത്തെ ഖിലാഫത്തിന്റെ രാത്രിയിൽ തന്നെ അധികാരം കിട്ടുമ്പോ സന്തോഷമായിക്കൊണ്ട് സ്വന്തം ഭാര്യ താനേറെ ഇഷ്ടപ്പെടുന്ന തന്റെ വെള്ളാട്ടിയെ തന്റെ ഭർത്താവിന് സമർപ്പിക്കും. ഈ പെണ്ണിലേക്ക് തിരിഞ്ഞു പോക്കുന്ന പോലുമില്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എന്താണ് അദ്ദേഹം പറയുന്നത്? ചോദിച്ച് അവസാനം ചോദിച്ചപ്പോ മഹാൻ പറയുന്നത്, എനിക്ക് ഇപ്പോൾ അതിന്റെയൊന്നും സമയമല്ല. ഇന്നലെയായിരുന്നെങ്കിൽ എനിക്ക് നീ ഏറ്റവും പ്രിയങ്കരിയായിരുന്നു, എന്റെ മനസ്സിൽ നീ ഏറ്റവും സുന്ദരിയായിരുന്നു, ഇഷ്ടപ്പെട്ടവരായിരുന്നു. പക്ഷെ ഇനിമേലിൽ എനിക്ക് ആ വകത്തിലുള്ള ഒരു ചിന്തയൊന്നുമില്ല. അതിലുപരിയായ വലിയ ധർമ്മവും ഉത്തരവാദിത്വവും എന്റെ മുൻപിലിരിക്കുന്നുവെന്ന് പറഞ്ഞ് എന്റെ മുൻഗാമികളുടെ ഭരണകാലത്ത് അക്രമമായി പിടിച്ചെടുക്കപ്പെട്ടതും അതിക്രമമായി തീരെഴുതപ്പെട്ടതും വേണ്ടാർത്ഥങ്ങളിലൂടെ പരിപാലിക്കപ്പെട്ടിരുന്നതുമായ എല്ലാ സമ്പത്തുകളും അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് തിരിച്ചു കൊടുത്തിട്ടേ എന്റെ ദൗത്യം പൂർത്തിയാകൂ എന്നും പറഞ്ഞ് അവിടം മുതൽ വിശ്രമിക്കാതെ പുറത്തിറങ്ങിയ മഹാൻ ഹിജറ 101 വന്ന് എന്റെ ഭരണകൂടം അവസാനിക്കാറാകുമ്പോൾ മഹാൻ അവർകൾ എന്റെ ഗവർണറായ അബൂബക്കർ ഇബ്നു ഹസ്മ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ ഇബ്നു മുഹമ്മദ് ഇബ്നു അംർ ഇബ്നു ഹസ്മ് എന്ന് പറയുന്നത് അബൂബക്കർ എന്ന് പറയുന്ന ആളുടെ ബാപ്പാന്റെ ഉപ്പാപ്പയാണ്. പക്ഷേ സാധാരണഗതിയിൽ പറയപ്പെടുക അബൂബക്കർ ഇബ്നു ഹസ്മ്. ഈ അബൂബക്കർ ഇബ്നു ഹസ്മ് എന്ന താബിഈകളിൽ പ്രമുഖരായ മഹാനരോട് നിർദ്ദേശിക്കുകയാണ്. എന്താ നിർദ്ദേശം? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് ഏതാണ്ട് 1 നൂറ്റാണ്ട് കഴിയുകയാണ്. ഹിജറയുടെ 1 നൂറ്റാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഈ ഹിജറയുടെ 1 നൂറ്റാണ്ട് പൂർത്തിയായി കഴിഞ്ഞ ഈ സമയത്ത് സ്വഹാബാക്കളിൽ വളരെ തുച്ഛം പേരേ ഇന്നുള്ളൂ.
ഒരുപാട് ആളുകൾ വഫാത്തായി. അതുകൊണ്ട് നബിയുടെ സുന്നത്തുകൾ മനസ്സിൽ ശേഖരിച്ചിരിക്കുന്ന സ്വഹാബാക്കൾ നിർബന്ധമായും അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഹദീസുകൾ പഠിപ്പിക്കാനായി തന്നെ അവർ തുനിഞ്ഞിരിക്കണം. അതോടൊപ്പം കിട്ടാവുന്ന ഉലമാക്കളെയും മുഹദ്ദിസുകളെയും ഹദീസ് പണ്ഡിതന്മാരെയും മുഴുവൻ കണ്ടെത്തിക്കൊണ്ട് അവരുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ഹദീസിന്റെ ശേഖരങ്ങൾ അത്രയും വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചതുപോലെ എഴുതി രേഖപ്പെടുത്തിക്കൊണ്ട് അത് റെക്കോർഡാക്കിയിട്ട് ഭദ്രമായി സൂക്ഷിക്കാൻ നിങ്ങൾ